മൂന്നാറിൽ വീണ്ടും ഓൺലൈൻ ടാക്സി തടഞ്ഞതായി പരാതി. വിദേശ വനിതകളെ ടാക്സിയിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് പ്രദേശത്തെ ടാക്സി ഡ്രൈവർമാർ പറഞ്ഞെന്നാണ് പരാതി. പോലീസ് ഇടപെട്ട് ഓൺലൈൻ ടാക്സിയിൽ വിദേശ വനിതകൾക്ക് യാത്ര തുടരാൻ അവസരമൊരുക്കി. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, നേരത്തെ തന്നെയുള്ള പരാതിയാണ് ഈ അവിടുത്തെ ടാക്സിക്കാരുടേത്. എന്താണ് ഇന്ന് സംഭവിച്ചത്? തന്നെ അത് അവിടുത്തെ ടാക്സി ഡ്രൈവർമാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഓൺലൈൻ ടാക്സികളുടെ വ്യാപകമായ ഒരു സ്വാധീനം തങ്ങളുടെ വരുമാനം കുറയ്ക്കുന്നു എന്ന പ്രശ്നം മൂന്നാറിലെ മോട്ടോർ വാഹന ടാക്സി ഡ്രൈവർമാർ മുൻപേ തന്നെ ഉയർത്തിയിരുന്ന ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരിക്ക് മോശം അനുഭവം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. ഏതായാലും അത്തരം സംഭവങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുകയും ഡ്രൈവർമാരുടെ ലൈസൻസ് കട്ടാക്കി അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇന്നാണ് ഒരു വിദേശ വനിതാ ഓൺലൈൻ ടാക്സി സർവീസിലൂടെ മൂന്നാറിലെത്തിയ ഒരാളെ അവിടുത്തെ ടാക്സി ഡ്രൈവർമാർ തടയുകയും തുടർന്ന് ആ വാഹനത്തിന്റെ ഡ്രൈവർ ആന്റണി പെരുമ്പള്ളി എന്നയാൾ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തി അവിടുത്തെ ടാക്സി ഡ്രൈവർമാരെ പിരിച്ചുവിടുകയും തുടർന്ന് ഓൺലൈൻ ടാക്സിയിൽ തന്നെ സഞ്ചരിക്കാനുള്ള അവസരം ഈ വിനോദസഞ്ചാരിക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്ന കർശന നടപടി ഇത്തരത്തിൽ ഓൺലൈൻ ടാക്സികളെ തടഞ്ഞാൽ അതിനെതിരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ മോട്ടോർ ടാക്സി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഓൺലൈൻ ടാക്സികളുടെ ഒരു സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യവും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ധന്യ. ശരി ആഷിഖ്.